മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി. കൃഷ്ണകുമാർ എന്നയാളാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഭീഷണി മുഴക്കിയത്. പിണറായിയെ കൊലപ്പെടുത്താൻ വിദേശത്തെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് തിരിച്ചുവെന്നും താൻ BJP RSS പ്രവർത്തകനെന്നും കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ നായർ പഴയ ഒരു RSSകാരനായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്തായാലും ഞാൻ വീണ്ടും സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുവാണ്. ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരുവാണ്. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ദുബായിലാണ്. നാട്ടിൽ വരുന്നതിന് 2 ഉദ്ദേശമുണ്ട്. രണ്ടേ ഉദ്ദേശം കില്ലിങ് തന്നെയാണ്. ഞാൻ വീണ്ടും ആ പഴയ കത്തികളും സാധനങ്ങളൊക്കെ വീണ്ടും തേച്ച് മിനുക്കി എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. കൊല്ലുക ഒരു വ്യക്തിയെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യുക. ലസിത പാലിക്കലിനെതിരെ പരാതി കൊടുത്തിട്ട് പോലീസിന് പിണറായി വിജയൻ്റെ പോലീസുകാരൻ പോലീസ് മന്ത്രി ഇതേമാതിരി മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു BJPക്കാരനാണ്, RSSകാരനാണ്. ഇതേമാതിരി ഒരു മന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എടാ കള്ളി എത്താൻ പോകണം, കള്ളി എത്താൻ പോകണം, അല്ലാതെ പണിക്ക് ഇറങ്ങരുത്. ഞാൻ വരുന്നു കേരളത്തിലേക്ക്. എൻ്റെ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം നിനക്ക് എല്ലാം കൃത്യമായിട്ട് ഞാൻ തരാം. ഈവൻ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കാം. നിനക്ക് എന്ത് ചെയ്യേ വന്നിട്ടുണ്ടല്ലോ, നിൻ്റെയൊക്കെ വീട്ടിൽ കണ്ട പടപടാ നമ്മളെ പൊട്ടിക്കും. അതുള്ള പൈസ സമ്പാദിക്കാൻ വേണ്ടി മാത്രം വന്നേ. എനിക്ക് 2 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട്. ഞാൻ സീനിയർ റിഗ്ഗിങ് സൂപ്പർവൈസറാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് നിന്റെ മുമ്പിലിട്ട് ചെയ്യാം. മണി പറഞ്ഞ മാതിരി നിന്റെ മുമ്പിലിട്ട് ഇതിന് മറുപടി എനിക്ക് കിട്ടണം. എല്ലാവരിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളൊന്നും ഇനി കേരളത്തിൽ വേണ്ട. മനസ്സിലായല്ലോ? ഇതിനെനിക്ക് മറുപടി കിട്ടണം, എനിക്കൊരു പിന്തുണയും കിട്ടണം. ഞാൻ നാട്ടിലേക്ക് വരുവാണ്. കയ്യിൽ സമ്പാദ്യവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അത് ഉറച്ച ചങ്കുറപ്പോട് കൂടിയാണ് വരുന്നത്. അങ്ങോട്ട് വരിക നാട്ടിലേക്ക്. വരുന്നു അടുത്ത ഫ്ലൈറ്റിന്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജോർജറ്റ് ജോൺ ചേരുകയാണ്. ജോർജറ്റ്, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയനെ കൊലപ്പെടുത്തുമെന്ന് തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒപ്പം അസഭ്യ വർഷങ്ങളാണ്. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ മുഴുവനായി നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ രീതിയിലുള്ള അസഭ്യ വർഷങ്ങളാണ് അയാൾ പറയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷ്ണകുമാർ എന്ന വ്യക്തിയുടേതായുള്ള വധഭീഷണിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റോളം ദൈർഘ്യമുള്ള സംഭാഷണമാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. താനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ സീനിയർ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ആളാണ്. താൻ എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റിന് തന്നെ നാട്ടിലേക്ക് വരുന്നതിന് 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. കില്ലിങ് തന്നെയാണ് മുഖ്യ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. താൻ പണ്ട് RSSന് വേണ്ടി അത്തരം കാര്യങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്ന വ്യക്തമായ സൂചന അദ്ദേഹത്തിന്റെ ആദ്യ വാക്കുകളിൽ നിന്ന് തന്നെ ലഭ്യമാവുന്നുണ്ട്. പഴയ കത്തിയും മറ്റ് ആയുധങ്ങളുമൊക്കെ മൂർച്ച കൂട്ടി എടുക്കുക, അതിനുകൂടിയാണ് താൻ വരുന്നത്. RSSന്റെ പ്രവർത്തനങ്ങളിലേക്ക് സജീവമാകാൻ തന്നെ ഉറച്ചാണ് താൻ ജോലി രാജിവെച്ച് വരുന്നത് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരെയാണ് അദ്ദേഹം ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നത്. മുഖ്യമന്ത്രി എന്തു ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ പോലീസിനെതിരെയൊക്കെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ അസഭ്യത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും അദ്ദേഹം വളരെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്കിലൂടെ, ഒരു സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊരു മന്ത്രിയായ MM മണിക്കെതിരെ പോലും അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉള്ള ഒരാൾ കാശ് സമ്പാദിക്കാൻ വേണ്ടി ദുബായിൽ പോയി പിന്നീട് RSSന്റെ പ്രവർത്തകനായി കാശ് സമ്പാദിച്ച ശേഷം തിരിച്ചെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ RSS പ്രവർത്തകനാണ് എന്ന് അദ്ദേഹം വ്യക്തമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ RSSന്റെ അസഹിഷ്ണുതയുടെ മറ്റൊരു മുഖം കൂടിയല്ലേ പുറത്തേക്ക് വരുന്നത്?
തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ഇതിനു മുമ്പും പലതവണ വലിയ വധഭീഷണികളും വലിയ ഭീഷണികളും ഒക്കെ ഉയർന്നിരുന്നു. ഇതിനു മുമ്പ് ഹൈദരാബാദിൽ CPM-ന്റെ റാലിയോടനുബന്ധിച്ച് സംസാരിക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ മുതൽ ഈ അടുത്ത കാലത്ത് നമ്മളത് കണ്ടതാണ്. ഹൈദരാബാദിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു. പിന്നീട് മംഗലാപുരം സമ്മേളനത്തിൽ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഈ പിണറായി വിജയൻ എന്ന വ്യക്തിക്കെതിരെ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് വധഭീഷണികൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഇത് കാണാൻ. നേരത്തെ മധ്യപ്രദേശിലെ BJP പ്രചാരകനായിരുന്ന സംഘപ്രമുഖായിരുന്ന കുന്ദൻ ചന്ദ്രാവത് മുഖ്യമന്ത്രിയുടെ തല കൊയ്യുന്നവർക്ക് 1 കോടി രൂപ ഇനാം വരെ പ്രഖ്യാപിച്ച സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഇത്തരം വധഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ഒരു തുടർ ചലനങ്ങളുടെ ഭാഗമായി തന്നെ സംഘപരിവാർ സംഘടനകളുടെ അസഹിഷ്ണുത വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് നിന്ന് വധഭീഷണി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താൻ കത്തി തേച്ചു മിനുക്കാൻ പോവുകയാണ്, താൻ തന്റെ പഴയ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്, RSSന് വേണ്ടി താൻ പണ്ടും പല കാര്യങ്ങൾ ചെയ്തിരുന്നു, തന്റെ ലക്ഷ്യം ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്, അടുത്ത ഫ്ലൈറ്റിന് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, താൻ RSSന് വേണ്ടി സജീവമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കേരള പോലീസിന്റെ ശ്രദ്ധയിൽ ഈ ലൈവ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഈ ആളെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. ഇതിനെതിരെയുള്ള തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പോലും ഏറെ ശ്രദ്ധേയമായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള അസഹിഷ്ണുത സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, സംഘപരിവാർ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ P. ജയരാജൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയരാജൻ, പിണറായി വിജയനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ എന്നയാൾ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ CPM-ന്റെ നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോയിട്ട് വരാം. ഞാൻ കൃഷ്ണകുമാർ നായർ പഴയ ഒരു RSSകാരനായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്തായാലും ഞാൻ വീണ്ടും സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുവാണ്. ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരുവാണ്. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ദുബായിലാണ്. നാട്ടിൽ വരുന്നതിന് 2 ഉദ്ദേശമുണ്ട്. 2 ഉദ്ദേശം കില്ലിങ് തന്നെയാണ്. ഞാൻ വീണ്ടും ആ പഴയ കത്തികളും സാധനങ്ങളൊക്കെ വീണ്ടും തേച്ച് മിനുക്കി എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ഇതിപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. കൊല്ലുക ഒരു വ്യക്തിയെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യുക. ലസിത പാലിക്കലിനെതിരെ പരാതി കൊടുത്തിട്ട് പോലീസിന് പിണറായി വിജയൻ്റെ പോലീസുകാരൻ പോലീസ് മന്ത്രി ഇതേമാതിരി ഒരു മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു BJPക്കാരനാണ്, RSSകാരനാണ്. ഇതേമാതിരി ഒരു മന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എടാ കള്ളി എത്താൻ പോകണം, കള്ളെത്താൻ പോകണം, അല്ലാതെ പണിക്ക് ഇറങ്ങരുത്. ഞാൻ വരുന്നു കേരളത്തിലേക്ക്. എൻ്റെ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം നിനക്ക് എല്ലാം കൃത്യമായിട്ട് ഞാൻ തരാം. ഈവൻ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കാം. നിനക്ക് എന്ത് ചെയ്യേ വന്നിട്ടുണ്ടല്ലോ, നിൻ്റെയൊക്കെ വീട്ടിൽ കണ്ടില്ല പടപടപടാ നമ്മളെ പൊട്ടിക്കും. അതുള്ള പൈസ സമ്പാദിക്കാൻ വേണ്ടി എനിക്ക് 2 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട്. ഞാൻ സീനിയർ റിഗ്ഗിങ് സൂപ്പർവൈസറാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് നിൻ്റെ മുമ്പിലിട്ട് ചെയ്യാം. മണി പറഞ്ഞ മാതിരി നിൻ്റെ മുമ്പിലിട്ട് ഇതിന് മറുപടി എനിക്ക് കിട്ടണം. എല്ലാവരിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളൊന്നും ഇനി കേരളത്തിൽ വേണ്ട. മനസ്സിലായല്ലോ? ഇതിനെനിക്ക് മറുപടി കിട്ടണം, എനിക്കൊരു പിന്തുണയും കിട്ടണം. ഞാൻ നാട്ടിലേക്ക് വരുവാണ്. കയ്യിൽ സമ്പാദ്യവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഉറച്ച ചങ്കുറപ്പോട് കൂടിയാണ് വരുന്നത്. അങ്ങോട്ട് വരിക നാട്ടിലേക്ക്. വരുന്നു അടുത്ത ഫ്ലൈറ്റിന്. ശ്രീ P. ജയരാജൻ, താങ്കൾക്ക് വ്യക്തമാണല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയാണ് കൃഷ്ണകുമാർ ഫേസ്ബുക്ക് ലൈവിലൂടെ മുഴക്കിയത്. ഒപ്പം പിണറായിയെ കൊലപ്പെടുത്താൻ വിദേശത്തെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് തിരിച്ചുവെന്നും അയാൾ പറയുന്നു. BJP RSS പ്രവർത്തകനാണ് കൃഷ്ണകുമാർ എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ അറിയാതെ ആശയങ്ങളെ അതിക്രമം കൊണ്ട് നേരിടുന്ന ഭീരുക്കളാണോ RSS BJP പ്രവർത്തകർ? ഒന്നാമതായിട്ട് ഈ RSSനെ CPM വിലയിരുത്തിയത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തി എന്നാണ്.
അതിനകത്ത് ആ വിശേഷണത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ പല നാവുകളിലൂടെ സംസാരിക്കുക ഫാസിസ്റ്റുകളുടെ സ്വഭാവമാണ്. ഒരു ഭാഗത്ത് സമാധാനത്തെക്കുറിച്ച് പറയുക, വികസനത്തെക്കുറിച്ച് പറയുക, അതേസമയം ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങളും കലാപങ്ങളും നടത്തുക. ഇതാണ് രാജ്യത്ത് RSS ഉണ്ടായതിനു ശേഷം എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആസൂത്രിതമായിട്ടുള്ള നുണപ്രചരണം നടത്തുക, എന്നിട്ട് വർഗീയ കലാപങ്ങളിലേക്ക് നയിക്കുക. ഭീകരമായിട്ടുള്ള കൊലകൾ നടത്തിയതിനു ശേഷം അതിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള നുണ പ്രചരിപ്പിക്കുക. അപ്പൊ നുണപ്രചരണം നടത്താൻ നല്ല മെയ്വഴക്കമുള്ള ശക്തിയാണ് RSS. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും ആ വ്യക്തിയുടെ ശബ്ദമല്ല നമ്മൾ തിരിച്ചറിയേണ്ടത്, RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയുടെ ശബ്ദമാണ്. കാരണം ഇത് ഒരു വ്യക്തിക്ക് പിണറായി വിജയനോട് തോന്നുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമല്ല ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്നത് വ്യക്തമാണ്. RSS ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്, അതായത് അസഹിഷ്ണുതയുടെ ആശയം. തങ്ങളെ എതിർക്കുന്ന എല്ലാവരെയും നേരിടുക. അതിൽ ഇന്ത്യ രാജ്യത്ത് RSS ഫാസിസ്റ്റുകളെ ശക്തമായി എതിരിടുന്ന പ്രസ്ഥാനം CPM ആണ്. വിശേഷിച്ച് കേരളത്തിലെ CPM ആണ് കഴിഞ്ഞ കാലത്തൊക്കെ RSSനെ ഫലപ്രദമായി ചെറുത്തു നിന്നിട്ടുള്ളത്. അപ്പോ ആ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് മുമ്പും RSS പല നിലക്കുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പൊ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തെ വകവരുത്തുക എന്നത് RSSന്റെ കാര്യപരിപാടിയാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് മംഗലാപുരത്ത് കാലുകുത്താൻ അനുവദിക്കുകയില്ല, ഹൈദരാബാദിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല, മധ്യപ്രദേശിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല, ഭോപ്പാലിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല. ഇതൊക്കെ പ്രഖ്യാപിച്ചത് RSS ആണല്ലോ. അപ്പോ RSSന്റെ ശബ്ദമാണ് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത്. ശ്രീ ജയരാജൻ, തങ്ങളെ എതിർക്കുന്ന ആളുകളെ അത് മാത്രമല്ല വെടിവെച്ച് കൊന്ന് നിശബ്ദരാക്കുക എന്ന കുടുംബത്തിനെതിരെ പോലും രൂക്ഷമായ ഭാഷയിലാണ്, അതായത് അസഭ്യങ്ങൾ ചേർത്തു തന്നെയാണ് അയാൾ ആ വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കില്ല, അത്ര മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സ്ത്രീകളെ പറ്റിയും സ്ത്രീ സുരക്ഷയെ പറ്റിയുമൊക്കെ ഒരുപാട് വാചാലരാകുന്ന RSS പ്രവർത്തകരുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ ഈ പൊയ്മുഖങ്ങൾ കൂടിയല്ലേ ഇവിടെ താഴേക്ക് വീഴുന്നത്? അതെ, പൊയ്മുഖങ്ങൾ മാത്രമല്ല, RSSന്റെ ഭീവത്സമായിട്ടുള്ള ഒരു മുഖമാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. അത്തരം അനാവരണം ചെയ്യുന്ന പ്രവൃത്തി കൈരളി പീപ്പിൾ ചാനലാണ് ഫലപ്രദമായി നടത്തുന്നത്. കൈരളി പീപ്പിൾ ചാനലിന് എല്ലാ അഭിവാദനങ്ങളും നേരുന്നു. പ്രേക്ഷക ലോകം ഇത് തിരിച്ചറിയും. എന്താണ് RSS എന്ന് ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും കൂടുതലായിട്ട് തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ ജയരാജൻ. വീണ്ടും ജോർജറ്റിലേക്ക് തന്നെ പോവുകയാണ്. ജോർജറ്റ്, കേരള പോലീസിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം എത്തിയിട്ടുണ്ടോ? എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ, കേരള പോലീസിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം എത്തപ്പെട്ടിട്ടുണ്ട്. കേരള പോലീസിലെ ഇന്റലിജൻസ് വിഭാഗം, ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന സൈബർ വിങ് ഒക്കെ ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എന്തായാലും തുടർ നടപടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അദ്ദേഹം എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ തന്നെ അവസാനിപ്പിക്കുന്നത്. താൻ പഴയ സജീവ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. തന്റെ ലക്ഷ്യം രണ്ട് കാര്യമാണ്: RSSന്റെ സജീവ പ്രവർത്തകനാവുക എന്നതിനൊപ്പം തന്നെ ആയുധങ്ങളൊക്കെ മൂർച്ചുകൂട്ടി താൻ ഒരാളെ കൊല്ലുവാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്രിമിനൽ സ്വഭാവം കൂടി വെളിപ്പെടുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ലൈവിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ആ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് ഇക്കാര്യങ്ങളെ കാണുകയും ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കേരള പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് സംസ്ഥാന പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്നത്. രേഷ്മ, ജോർജറ്റ്, ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇയാളുടെ വ്യക്തിപരമായ വിവരങ്ങളെ പറ്റി പോലീസിന് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രസക്തമായ കാര്യം, ഇയാളെ പറ്റി ഇയാൾ തന്നെ പറയുന്ന കാര്യമാണ്. താനൊരു RSSന്റെ പ്രവർത്തകനാണ്, താൻ RSSന് വേണ്ടി ആ കാര്യങ്ങൾ പണ്ട് ഒരുപാട് ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യുവാൻ ഞാൻ ഉടൻ തന്നെ നാട്ടിലേക്ക് ജോലി രാജിവെച്ച് വരികയാണ്. പഴയ കത്തികൾ
മൂർച്ച കൂട്ടി എടുക്കാൻ തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ പശ്ചാത്തലം എന്തായിരുന്നു, RSSന് വേണ്ടി അദ്ദേഹം പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ആണ് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന ഭാഗത്ത് അദ്ദേഹം പറയുന്നു താൻ ഒരു BJP പ്രവർത്തകനാണ്, RSS പ്രവർത്തകനാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഒപ്പം തന്നെ RSS പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് കേസുകൾ, നടപടികൾ, പരാതികൾ ഇതൊക്കെയാണ് തന്റെ അസഹിഷ്ണുതയ്ക്ക് കാരണമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ജോർജറ്റ്, ഇപ്പോൾ പ്രധാനപ്പെട്ട അതിൽ ഒരു വിവരം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്റലിജൻസ് ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്റലിജൻസിനാണ് അന്വേഷണ ചുമതല. ഇന്റലിജൻസിനെ സംബന്ധിച്ച് കൃഷ്ണകുമാറിന്റെ ഈ ഫേസ്ബുക്ക് പേജ് ഇതിനോടകം തന്നെ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ആളെ എവിടത്തുകാരനാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രേസ് ചെയ്യേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം കൃഷ്ണകുമാർ ഈ രീതിയിലൊരു ഭീഷണി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തുന്നത് ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് വിശദമായി ഇതിനോടകം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഇയാൾ പിടിയിലാകും എന്നൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ജോർജ് ജോണും ഷീജയുമാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിലൂടെ RSS പ്രവർത്തകന്റെ വധഭീഷണി. മറ്റു വാർത്തകളിലേക്ക്. അനുജത്തിയുടെ കൂട്ടുകാരിയെ കയറിപ്പിടിക്കുകയും ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത RSS പ്രവർത്തകനെ കോടതി റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. RSSന്റെ വെണ്ടുട്ടായി കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട വലിയ പറമ്പ് മഞ്ജുനാഥാണ് പിടിയിലായത്. 15 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അനുജിത്തയുടെ കൂട്ടുകാരിയായ പെൺകുട്ടി. ഗൃഹപ്രവേശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ പിന്നാലെ എത്തിയ പ്രതി കൂടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി ഇടവഴിയിൽ വെച്ച് പെൺകുട്ടിയെ കയറിപ്പിടിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെട്ടു. RSSന്റെ സജീവ പ്രവർത്തകനും വെണ്ടുട്ടായി കൊട്ടേഷൻ സംഘത്തിലെ അംഗവുമാണ് പിടിയിലായ പ്രതി. കൂത്തുപറമ്പ് SI KV നിശിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ ജില്ലയ്ക്ക് അകത്തും പുറത്തും കൊലപാതകം ഉൾപ്പെടെ RSSന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വെണ്ടുട്ടായി കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനിയാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മഞ്ജുനാഥ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ ശശി തരൂരിന് ദില്ലി പ്രത്യേക കോടതി സമൻസ് അയച്ചു. ജൂലൈ 7-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. തരൂരിനെതിരായ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഗാർഹിക പീഡന കുറ്റവും നിലനിൽക്കുമെന്നും കോടതി. കുറ്റപത്രം റദ്ദാക്കണമെന്ന ശശി തരൂരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. തിരുവനന്തപുരം MP ശശി തരൂരിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ദില്ലി പ്രത്യേക കോടതി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ഭാര്യ സുനന്ദ പുഷ്കറിന്റെ ആത്മഹത്യയിൽ തരൂരിനെതിരായ ദില്ലി പോലീസിന്റെ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റമായ IPC 306, ഗാർഹിക പീഡന വകുപ്പായ 498A എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരൂരിനെതിരായ വിചാരണ ആരംഭിക്കാൻ മതിയായ തെളിവുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ശശി തരൂരിനെ നേരിട്ട് വിളിച്ചു വരുത്തണമെന്ന ദില്ലി പോലീസിന്റെ ആവശ്യം അംഗീകരിച്ച് അദ്ദേഹത്തിന് കോടതി സമൻസ് അയച്ചു. അടുത്ത മാസം 7-ന് കേസ് പരിഗണിക്കുമ്പോൾ ശശി തരൂർ നേരിട്ട് ഹാജരാകണം. കുറ്റപത്രം റദ്ദാക്കണമെന്നും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നുമുള്ള തരൂരിന്റെ ആവശ്യങ്ങൾ കോടതി തള്ളി. കേസിൽ കക്ഷി ചേരാനെത്തിയ സുബ്രഹ്മണ്യ സ്വാമി ദില്ലി പോലീസ് കുറ്റപത്രം തയ്യാറാക്കാൻ വൈകിയെന്നാരോപിച്ചു. നിരവധി തെളിവുകൾ ഇല്ലാതാക്കി. സുനന്ദ പുഷ്കർ കേസിൽ കുറ്റപത്രം തയ്യാറാക്കാൻ അന്വേഷണ സംഘം വൈകിയെന്ന് ദില്ലി പോലീസിന്റെ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്നും സുബ്രഹ്മണ്യ സ്വാമി ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനെ ദില്ലി പോലീസ് എതിർത്തു. ഇക്കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ നിപ്പ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. 7 പേഷ്യൻസ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ളത്. മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഐസൊലേഷനിൽ നിൽക്കുന്നത് അവർ, പക്ഷെ എന്നാലും എല്ലാം നെഗറ്റീവാണ്. എല്ലാവരും നെഗറ്റീവാണ്. പിന്നെ കുറച്ച് പേഷ്യൻസിനെ നമ്മൾ അവർക്ക് മറ്റ് ചികിത്സ ആവശ്യമുള്ളവർക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ ആവശ്യമായ ചികിത്സ കൊടുത്തോണ്ടിരിക്കും. ഡിസ്ചാർജ് ചെയ്യാതെ ചികിത്സ കൊടുത്തോണ്ടിരിക്കും. ഇനി ഇപ്പം ഇന്നലെ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നു. അതിൽ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് നിയമസഭയിൽ
ഡോക്ടർ എം കെ മുനീർ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാധാരണ അടിയന്തര പ്രമേയത്തിൻ്റെ ഒരു രീതി എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. ഈ പ്രശ്നത്തിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്തു. ആ ചർച്ച ഇന്ന് നിയമസഭയിൽ നടന്നിട്ടുണ്ട്. എല്ലാവരും, കക്ഷി നേതാക്കളും മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും ഒരുപോലെ ഈ നിപ്പ വൈറസിനെ നേരിടുന്നതിൽ, നിപ്പ വൈറസ് കണ്ടുപിടിക്കുന്നതിലും അതിനെ നേരിടുന്നതിലും ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളെ എല്ലാവരും ഒരുപോലെ പ്രശംസിക്കാനുണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് നടപടികളെ അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഈ പ്രശ്നത്തിൻ്റെ തുടക്കം മുതൽ നാളിതുവരെയും ഈ ഗൗരവമേറിയ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിൽ സ്വീകരിച്ച നടപടിയാണ് എല്ലാവരും മുക്തകണ്ഠം പ്രശംസിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഗവൺമെൻറ് ആരോഗ്യവകുപ്പും പിന്നെ ജില്ലാ ഭരണകൂടവും മാത്രമല്ല, ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രി, ബേബി മെമ്മോറിയൽ ആശുപത്രി, അവിടെയുള്ള ഡോക്ടർമാർ, അവരെല്ലാം സ്വീകരിച്ച നടപടികളെയും എടുത്തു പറയേണ്ടായി. പിന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പം ഹെൽത്ത് സർവീസും മെഡിക്കൽ കോളേജും. റംസാൻ നോമ്പുതുറയിലെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് സമോസ. റംസാനിൽ മാത്രം കാസർഗോഡ് ലഭ്യമാകുന്ന ഇനമാണ് മൗവൽ സമോസകൾ. ഗൾഫിൽ നിന്നും റംസാൻ കാലത്ത് നാട്ടിലെത്തുന്ന തദ്ദേശീയരായ ഒരു സംഘം യുവാക്കളാണ് മൗവൽ സമോസ തയ്യാറാക്കുന്നത്. ശുചിത്വത്തിനും രുചിക്കും മുൻതൂക്കം നൽകിയാണ് കാസർകോട്ടെ മൗവൽ സമോസയുടെ നിർമ്മാണം. റംസാൻ വ്രതകാലത്ത് മാത്രം ലഭ്യമാകുന്ന മൗവൽ സമോസ കാസർകോട്ടെ മിക്ക പ്രദേശങ്ങളിലും വിതരണം ചെയ്യുന്നു. UAE-യിൽ ബേക്കിംഗ് ബിസിനസ്സിൽ സജീവമായ മൗവലിലെ യുവാക്കളാണ് റംസാൻ കാലത്ത് സമോസ തയ്യാറാക്കി വിതരണം ചെയ്യുന്നത്. അതിനാൽ റംസാനിൽ ഇവർ നാട്ടിലെത്തുന്നു. ക്ലീനാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം. കാരണം ഞങ്ങൾ ഗൾഫിലുള്ള അതേ മസാലക്കൂട്ടും ഇവിടെ എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമോസ ഉണ്ടാക്കാറ്. അപ്പോൾ ഗൾഫിൽ നിന്ന് വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. അപ്പം ഇത് കഴിഞ്ഞപാടെ നമ്മൾ പോകും. ഇപ്പോഴും നല്ലൊരു രീതിയിലായിട്ട് മാറാം. അതായത് 1000, 2000 ഇങ്ങനെ പോയ അവസ്ഥയിൽ ഇപ്പോൾ 20,000-ഓളം പോകുന്നുണ്ട്. അപ്പം ചെയ്ത് ഒരു 30 ആളുണ്ടായിട്ട് നമുക്ക് ആൾക്കാർ ചെയ്യുന്നില്ല. പ്രതിദിനം 15,000 മുതൽ 20,000 വരെ സമോസകളാണ് ബേക്കലിനടുത്ത് മൗവലിൽ 30 അംഗ സംഘം തയ്യാറാക്കുന്നത്. മൗവലിൽ തയ്യാറാക്കുന്ന സമോസയ്ക്ക് സവിശേഷമായ രുചിക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുമേറെയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.